hello, welcome back to my YouTube channel Life and Family. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിലെ ഫ്ലൈറ്റ് ട്രാവലിനെ കുറിച്ചിട്ടാണ്. പ്രഗ്നൻസിയിലെ ഫ്ലൈറ്റ് ട്രാവലിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കരുതണം, അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഏത് മാസം വരെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം തൊട്ട്, അതായത് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നിടം തൊട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഡേറ്റ് നമ്മൾ ട്രാവലിങ്ങിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് ചോദിച്ചിരിക്കണം കേട്ടോ. അതായത് ഡോക്ടറിന് മാത്രമേ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും ട്രാവൽ ചെയ്യാൻ സേഫ് ആണോ എന്നൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് എന്തായാലും കൺഫേം ചെയ്തിരിക്കണം. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മാക്സിമം UAE എത്ര നാൾ നിൽക്കാനായിട്ട് പറ്റും, ഡെലിവറി നമ്മുടെ നാട്ടിലാണ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് വരെ മാക്സിമം UAE നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലാണ് പ്ലാൻ ചെയ്തതെങ്കിൽ, ഡെലിവറി പ്ലാൻ ചെയ്തെങ്കിൽ പിന്നെ നാട്ടിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്, ഒരുപാട് ഡിലേ ആക്കണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ തന്നെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് ചോദിക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൽ നിന്നും ഈ ഒരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക എയർലൈൻസ് പോളിസീസ് വെച്ചിട്ടും പ്രഗ്നൻസിയിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവർ ചോദിക്കാറുണ്ട്. സോ മെയിൻലി പറയുന്ന ഒരു 28 വീക്സ് തൊട്ട് മതി എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ഒരു 26 വീക്കിലാണ് ട്രാവൽ ചെയ്തത്. പക്ഷേ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചുമ്മാ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട്. സോ എന്തായാലും മിക്ക എയർലൈൻസും ഇത് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി വെക്കാനായിട്ട് നോക്കുക. അത് നമ്മൾ ടിക്കറ്റ് അതായത് ട്രാവൽ ചെയ്യുന്നതിന് ഒരു ദിവസം, ഒരു 3 ദിവസം മുമ്പ് വരെ വാങ്ങാമെന്ന് പറഞ്ഞാൽ 1-2 ദിവസം മുമ്പ് നിങ്ങൾ പോയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്ന് വാങ്ങാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എത്ര വീക്സ് ആയിട്ടുണ്ട്, ഏതാണ് നമ്മൾ ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്ന ഡെലിവറി ഡേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ കരുതാനായിട്ട് നോക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യുമല്ലോ. സോ ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, എമർജൻസി എക്സിറ്റിൽ വരുന്ന സീറ്റ് ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക. മെയിൻലി പ്രഗ്നൻസിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ അറിയാതെ സെലക്ട് ചെയ്താൽ പോലും നമുക്ക് ചേഞ്ച് ചെയ്ത് തരുമായിരിക്കും. എന്നാലും നമ്മൾ നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള റോയിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. സീറ്റ് ആയാലും അതുപോലെ തന്നെ നമുക്ക് വാഷ്റൂം ആയാലും ഒക്കെ അടുത്തായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് ഈ ഒരു സൈഡ്, അതായത് വിൻഡോ സൈഡിലല്ല ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള സീറ്റ് സെലക്ട് ചെയ്തത് നല്ലതെന്നും പറയാറുണ്ട്. പക്ഷേ ഞാൻ വിൻഡോ സൈഡാണ് സെലക്ട് ചെയ്തത് കേട്ടോ. എനിക്ക് വിൻഡോ സൈഡാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. എനിക്ക് ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ എനിക്കിഷ്ടം എപ്പോഴും വിൻഡോ സൈഡ് തന്നെയാണ്. സോ വിൻഡോ സൈഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ എപ്പോഴും എമർജൻസി എക്സിറ്റ് അത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ ഒരു നടുക്കൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം മാക്സിമം. ഞങ്ങൾ ഫ്രീ സീറ്റിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 8-9 റോ, ആ ഒരു റോയിലാണ്. ഞങ്ങൾ എയർ അറേബ്യ ആയിരുന്നു ട്രാവൽ ചെയ്തത് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയത്തില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സീറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനി എയർപോർട്ടിൽ പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞാലും മതി കേട്ടോ. സോ അങ്ങനത്തെ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലഗേജ് വെയിറ്റ് തന്നെയാണ്. ലഗേജ് വെയിറ്റ് ചെക്കിനായാലും ഹാൻഡ് ലഗേജ് ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് എത്രയാണോ അലോ ചെയ്തിരിക്കുന്നത് അത് മാത്രം, അതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, വെയിറ്റ് എക്സസോ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യാനായിട്ട് നോക്കാം. ഇത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, മെയിൻലി പ്രഗ്നൻസി സമയത്തൊക്കെ നമ്മൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ഒരുപാട് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെ ലഗേജ് വെയിറ്റ് ഒക്കെ കൂടിയാൽ ചിലപ്പോൾ അവർ അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കിയേക്കാം. സോ അതിനൊന്നും നിൽക്കാതെ നമ്മുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യുക. മെയിൻലി ഹാൻഡ് ലഗേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് വെയിറ്റ് കൂടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുമായിരിക്കും. പക്ഷേ നന്നായിട്ട് ഞാൻ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻലി ഷാർജ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതൊക്കെ. അത്യാവശ്യം ഹാൻഡ് ലഗേജ് ആണെങ്കിലും ഒരു 2-3-4 പ്രാവശ്യമൊക്കെ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഹാൻഡ് ലഗേജിനെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വെയിറ്റ് ആണോ എന്ന് അല്ലെങ്കിൽ എക്സസ് എന്തെങ്കിലും വെയിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രാവൽ
ട്രാവൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഇത് കുഴപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യാനായി. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് അവേഴ്സൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ. അത് മെയിൻലി കുറച്ച് ലൂസ് ഡ്രസ്സൊക്കെ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അതെല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉള്ള ഒരാളായിരുന്നു. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ടേ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കുഷ്യനോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി സപ്പോർട്ടിന് വേണ്ടിയുള്ള പില്ലോസ് കിട്ടുമല്ലോ, ഇങ്ങനത്തെ പില്ലോ എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതാനായിട്ട് നോക്കാം. ഞാൻ പ്രഗ്നൻസിയിൽ ചെറിയൊരു പില്ലോ ആണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ക്യാരി ചെയ്യാൻ പാടായിരിക്കുമോ, നാട്ടിലോട്ട് കൊണ്ടുവരാൻ പാടായിരിക്കുമോ എന്ന് വെച്ചിട്ട് ആ വലിയ പില്ലോ വാങ്ങാതെ ചെറുതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. സോ അത് ഞാൻ ജസ്റ്റ് ഒരു കവറിലാക്കിയിട്ട് എൻ്റെ കയ്യിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമുക്കത് സീറ്റിൻ്റെ ബാക്കിലായിട്ടൊക്കെ വെച്ച് നമുക്ക് കുറച്ചൊന്ന് ബാക്ക് സപ്പോർട്ട് ചെയ്താൽ കുറച്ചൊരു പെയിൻ റിലീഫ് ഉണ്ടായിരിക്കുമല്ലോ. സോ അതിന് വേണ്ടി ഞാനത് എൻ്റെ കയ്യിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിക്കുന്ന സോ ഈ ഒരു ഐറ്റം ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ള. ഇതിൻ്റെ പകുതിയാണ് കേട്ടോ. സോ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു പ്രഗ്നൻസിയിൽ. ഇപ്പോഴും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് നോക്കുക. കാരണം നമുക്ക് ഇങ്ങനത്തെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇങ്ങനത്തെ ഇത്രയും ഹവേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും. സോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പിടിക്കാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊരു ചൂടുവെള്ളമോ കാര്യങ്ങളോ വല്ലതും നമ്മൾ ഹാൻഡ് ലഗേജിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ബാഗിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എയർപോർട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എനിക്ക് നോർമലി ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നതായിരുന്നു കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലാസ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ബാഗിൽ തന്നെ നമ്മുടെ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും സപ്ലിമെൻറ്റ് ആ ഒരു സമയത്ത് കഴിക്കാനുണ്ടെങ്കിൽ ആ ഒരു സപ്ലിമെൻറ്റ് മറക്കാതെ തന്നെ നമ്മുടെ ബാഗിൽ തന്നെ ഇടാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും എടുക്കുന്ന ബാഗിൽ തന്നെ ഇടാനായിട്ട് നോക്കുക. പിന്നെ മെയിനായിട്ടും വേണ്ടത് നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ എടുക്കത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് പലയിടത്തും കാണിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ വെക്കുന്നതിനോട് കൂടെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റും വെക്കാനായിട്ട് പ്രത്യേകം. നമുക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ അത് ഒരു ബോക്സിൽ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. എന്നാലും നമുക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് വിശന്നാലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സോ ഇതൊക്കെയാണ് മെയിൻലി ഞാൻ എടുത്തു വെച്ചിരുന്ന കാര്യങ്ങൾ. ട്രാവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മാസം വരെയും ട്രാവൽ ചെയ്യാൻ അലൗ ചെയ്യും എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് മെയിൻലി എന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലൈറ്റിനും ഓരോ പോളിസീസ് കാണും, അത് വെച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. മെയിനായിട്ട് പറയുന്നത് 32 വീക്സ് വരെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ഫ്ലൈറ്റ്സ് ഒക്കെ 36 വീക്സ് വരെയൊക്കെ അലൗ ചെയ്യാറുണ്ട്. ഇപ്പോൾ സിംഗിൾ ബേബി ആണെങ്കിൽ, സിംഗിൾ പ്രഗ്നൻസി ആണെങ്കിലൊക്കെ 36 വീക്ക്, മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 32 വീക്സ് വരെയൊക്കെ അലൗ ചെയ്യാറുള്ളൂ. സോ അത് ഓരോ എയർലൈൻസിനും ചിലപ്പോൾ പോളിസീസിന് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. മെയിനായിട്ട് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ഒരു 7 മന്ത്, മാക്സിമം ഒരു 7 മന്ത് വരെയൊക്കെ ട്രാവൽ ചെയ്യുന്നതായിരിക്കും മാക്സിമം സേഫ് എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്. പക്ഷേ 8 മന്തിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അത് നമ്മുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ 7 മന്ത് ലാസ്റ്റ് വരെയും ട്രാവൽ ചെയ്യുന്നതായിരിക്കും സേഫ് എന്നാണ് പറയാറ്. സോ ഇനി നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നിങ്ങൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്യണം. സോ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ക്യൂ കാണും അവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂവിൽ നിൽക്കാതെ തന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് പറയുക നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് അവരെ കാണിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മുടെ കയ്യിൽ ആ ഒരു ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്ന്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നിടം വരെയും നമ്മുടെ കയ്യിൽ ഈ ഒരു ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് വെക്കുന്നതായിരിക്കും, പെട്ടെന്ന് എടുക്കുന്നിടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പലയിടത്തും ഇങ്ങനെ കാണിക്കേണ്ടതായിട്ട് വരും. സോ ഇങ്ങനത്തെ ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് കാണിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ ആ ക്യൂവിലൊന്നും നമ്മൾ നിർത്താതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൗണ്ടറിലോട്ട് വിടും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുമായിട്ട് ചിലപ്പോൾ അവർക്ക് നമ്മൾ കണ്ട പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാവത്തില്ലായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാനായിട്ട് നോക്കുക കേട്ടോ. പലയിടത്തും ഇങ്ങനെ ക്യൂ കാണും.
ഈ ഒരു എയർപോർട്ടിൽ പല സ്ഥലത്ത് നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും. സോ അവിടേക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ക്യൂവിലൊന്നും നിർത്താതെ ഡയറക്റ്റ് ആയിട്ട് കൗണ്ടറിലോട്ട് വിടും. ഈ ചെക്ക് ഇൻ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര വീക്സ് ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അവരും ഒരു ചെറിയൊരു പേപ്പർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, ഈ ഒരു ഫില്ല് ചെയ്ത്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അത്രയൊക്കെയാണ് അവിടെ മെയിൻലി ചെയ്തത് കേട്ടോ. ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തും ഇങ്ങനെ ക്യൂ കാണും. അവിടെ നമ്മൾ പറയാം കേട്ടോ, പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ അവർ ആ ക്യൂവിലൊന്നും നിർത്താതെ നമ്മൾ ഡയറക്റ്റ്ലി കൗണ്ടിലോട്ട് വിട്ടോളും. സോ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം എനിക്ക് തോന്നുന്നു കയറിയ ആ ഒരു സമയത്ത് ഈ ഒരു പേപ്പർ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ ഓർമ്മ കേട്ടോ, ഇവർ ഈ ഒരു ചെക്ക് ഇൻ സമയത്ത് തന്ന ആ ഒരു പേപ്പർ. പിന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോഴും നമ്മളോട് ചോദിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ചോദിച്ചു, പിന്നെ ഞാൻ വന്നിരുന്ന സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ്കാരേജ് വല്ലതും നടന്നിട്ടുണ്ടോ നേരത്തെ, ഫസ്റ്റ് പ്രഗ്നൻസി ആണോ, സിംഗിൾ ബേബി ആണോ, മൾട്ടിപ്പിൾസ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് വന്നൊന്ന് എൻക്വയറി ചെയ്യാറുണ്ട് കേട്ടോ. സോ ഇത്രയൊക്കെയാണ് മെയിൻലി ഒരു പ്രഗ്നൻസി സമയത്ത് ഫ്ലൈറ്റ് ജേർണിയിൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് എയർ അറേബ്യയിലാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. സോ ഓരോ എയർലൈൻസിനും അവരുടെ പോളിസീസിനും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതനുസരിച്ച് വ്യത്യാസങ്ങൾ കാണും. എന്നാലും കോമൺലി ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും എല്ലായിടത്തും. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ട്രാവലിംഗ് ഒക്കെ കുറച്ച് പേടി ഉണ്ടായിരിക്കും, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര കൂളായിട്ട് തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് നോക്കുക. പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ആദ്യത്തെ 3 മാസം ട്രാവലിംഗ് കഴിവതും ഒഴിവാക്കാനായിട്ട് നോക്കുക. വലിയൊരു ഫ്ലൈറ്റിലൊക്കെ ഈ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ് സമയത്തും നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു 3 months ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മിസ്കാരേജ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 മാസം ഈ ട്രാവലിംഗ് ഒക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വോമിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ ഡോക്ടറിനോട് പറയാം, അതിന് വേണ്ടിയുള്ള മെഡിസിൻസ് എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വെക്കാനായിട്ട് നോക്കുക. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, എപ്പോഴും നല്ലത് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉള്ളതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ക്രൂ മെമ്പേഴ്സിനോട് പറയാനായിട്ട് നോക്കുക. ഇത് മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഏത് ഡോക്ടറിനെയാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ കാണാൻ, ആ ഡോക്ടറിനെ പോയി കാണാം. ഇതിന് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ടെൻഷൻ കാണും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വാവയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായി കാണുമോ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു അവിടെ അനക്കം കുറഞ്ഞു കൂട്ട് തോന്നി. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. സോ അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിവിടെ കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടറിനെ കാണാനായിട്ട് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ട്രാവലിൽ പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. സോ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫ്ലൈറ്റ് ട്രാവലൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.